സാർ, നമ്മുടെ സ്റ്റേഷന്റെ പോക്കത്ര ശരിയല്ല. എന്തുപറ്റി? ഒരു പെറ്റി കേസ് പോലും വരുന്നില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ മാസക്കടശാവുമ്പോൾ ഇറക്കങ്ങോട്ട് ഇറങ്ങുന്നത്. അതെങ്ങനാ കോയപ്പിള്ളേ? ഒരു കാരണമില്ലാതെ ആൾക്കാരെ ചുമ്മാ പിടിച്ച് ലോക്കപ്പിലിടുന്നത്? അയ്യോ, ചുമ്മാ അല്ല സാർ, കാര്യമുണ്ട്. രാവിലെ ഓരോരുത്തന്മാർ കുളിച്ചൊരുങ്ങി റോഡിലോട്ട് ഇറങ്ങുന്നതേ നിയമം ലംഘിക്കാനാ. നടക്കുമ്പം, റോഡ് ക്രോസ് ചെയ്യുമ്പം, സൈക്കിളെ വിട്ടുമ്പം, കാർ ഓടിക്കുമ്പം എന്ന് വേണ്ട, നാക്കെടുത്ത നിയമലംഘനമായി ഇവിടെ. സാറൊന്ന് തഞ്ചമായിട്ട് നിന്നാ ഗോപിപ്പിള്ള ഈ ലോക്കപ്പ് നിറച്ചുരുപ്പടി കൊണ്ട് തരും. പപ്പനാവുള്ള ഒരു മുറുക്കാൻ കിടത്തെ. ഇവിടെ എന്താണോ വാലന്മാരോ പൂവാലന്മാരോ ഒക്കെ ശല്യം ചെയ്യുന്ന സ്റ്റേഷനിൽ ഒരു പരാതി വന്നിരിക്കുന്നല്ലോ. ഇപ്പോഴെങ്കിലും അവിടെ കേട്ടല്ലോ. ഇവിടെ അതേ ഉള്ളൊരു ശല്യം. മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ മേല. കോളേജിൽ പഠിക്കുന്ന പെമ്പിള്ളേരാണെങ്കിൽ ചെറിയ വിഷയം കൊണ്ട് കഷ്ടപ്പെടുക. എന്തോണ്ട് പപ്പനാവുള്ളേ ഈ തൊട്ടാനും പിടിച്ചതിനും ഒക്കെ പോലീസിനെ കാത്തിരിക്കുന്നത്? നിങ്ങൾക്ക് 4-5 പേർക്ക് കൈകാര്യം ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ ചെയ്താൽ പിന്നെ ഞങ്ങൾ കോടതിക്കകത്ത് കയറണ്ടായോ? പിന്നെ അങ്ങനെ ആർക്കും കയറി കൈകാര്യം ചെയ്യാവുന്ന പിള്ളേരല്ലല്ലോ ഈ ചെയ്യുന്നത്. കുറ്റകൃത്യം ചെയ്താലും ആളും തരവും നോക്കിയല്ലേ ശിക്ഷിക്കാൻ പറ്റൂ. അത് നമുക്കിട്ടൊരു വായ്പ വെച്ചതാണല്ലോ പപ്പനാവുള്ളേ. അവിടെ ഇരിപ്പുണ്ട്. സാറി ഒന്ന് കൈകാര്യം ചെയ്യാമെന്ന് നോക്ക്. ഞാൻ നോക്കട്ടെ. നിങ്ങളിൽ ആരാ വാലൻ, ആരാ പൂവാലൻ? കുഞ്ഞെന്തിനാ വെയിലത്ത് ഈ കൂട്ടത്തിൽ വന്നിട്ട് ഇങ്ങനെ ഉണങ്ങുന്നത്? വീട്ടിലിരിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ. ഓ, എന്നാ പറയാനാ ഗോപിള്ളേ, വീട്ടിലെല്ലാ മുറിയും അപ്പച്ചൻ കയറി അങ്ങ് AC ചെയ്തിരിക്കുക. എപ്പോഴും ആ തണുപ്പത്തിരുന്നാൽ നമ്മുടെ വീര്യമൊക്കെ അങ്ങ് കെട്ടു. അതുകൊണ്ട് അല്പം വെയിൽ കായാനായി വന്നിരിക്കുക. ആ തീപ്പെട്ടി ഇങ്ങനത്തെ ഗോപിള്ളേ. ബെന്നിക്കുഞ്ഞി ഇങ്ങോട്ട് വന്നാട്ടെ. ഗോപിള്ളക്ക് ഒരു കാര്യം പറയാം. അതെ, നമ്മുടെ ഈ ഇരിപ്പ് ഇവിടെ നിന്ന് മാറ്റുന്നതാണ് അതിന്റെ ഭംഗി. എന്താന്ന് വെച്ചാല് ഈ ഇരിപ്പിനെ പറ്റി പൊതുജനത്തിന് അത്ര നല്ല അഭിപ്രായമില്ല. ഏത് പൊതുജനത്തിനാ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഇത്ര വലിയ ബുദ്ധിമുട്ട്? അല്ല, ഇപ്പോഴത്തെ ഏമാൻ സ്വല്പ പെശകാന്ന് വെച്ചാല് പുള്ളിക്ക് വർത്തമാനം പറയേണ്ട രീതി വലിയ വശമില്ല. കേറി മുഖത്തടിച്ചു കൊണ്ട് സംസാരിക്കും. അത് സാരല്ല, ഗോപിള്ള വയ്ക്കോ, ഞാൻ കൈകാര്യം ചെയ്തോളാം. പറഞ്ഞോട്ടെ, അങ്ങേരെ ഒന്ന് വല്ലതും പറഞ്ഞാൽ അത് കുഞ്ഞിനും ക്ഷീണമാ, മാർക്കും മുതലാളിക്ക് അതും ക്ഷീണമാ. അതാ കാര്യം. എന്താ കൂടെ പ്രഭേ കാര്യം? ഓ, നമ്മുടെ പുതിയ ഏമാന്റെ കാര്യം പറഞ്ഞതാ. ആ, ഇന്നുണ്ടല്ലോ കുറെ ഐറ്റംസ്. രാവിലെ കാപ്പി കുടിക്കാൻ പോയോണ്ട് ഭയങ്കര വിശപ്പ്. വയറ് കാഞ്ഞിരുന്ന് കുടല് നാശമായി. ഫസ്റ്റ് ക്ലാസ് നെല്ലിക്ക. ഇതാണ് പണ്ട് മുതലേ ആൾക്കാർ പറയുന്നത് ഐശ്വര്യമുള്ള പെണ്ണിനെ മാത്രമേ കല്യാണം കഴിക്കാവൂ. ആ, ഊണ് കഴിഞ്ഞിട്ട് പെട്ടെന്നൊന്ന് റെഡിയാണ്. എന്തിന്? ഒരു സ്ഥലം വരെ പോണം. എവിടെ? മിസ്റ്റർ നാരായണപിള്ളയെ കാണാൻ പോകുന്നു. എന്റെ അച്ഛനെ അങ്ങനെ വിളിക്കരുത്. ശരി, എങ്കിൽ എന്റെ അമ്മായച്ഛനെ കാണാൻ പോകുന്നു. വരുന്നേ ഒന്ന്. ഇന്നലെ അദ്ദേഹം ഇവിടെ വന്നെന്നോ എന്നെ അന്വേഷിച്ചെന്നോ ഒക്കെ ആരോ പറയുന്നത് കേട്ടു. അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്തിട്ട് സബ് ഇൻസ്പെക്ടർ രവികുമാർ അദ്ദേഹത്തെ കാണാൻ അങ്ങോട്ട് പോകും. ഇതിനപ്പുറം എങ്ങനെ ഞാൻ നിന്റെ അച്ഛനുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നേ? അതറിയാൻ വയ്യാഞ്ഞിട്ടാ. അച്ഛനെ കാണാൻ IG വീട്ടിൽ വരും. IG നിന്റെ അച്ഛന്റെ കക്ഷത്തിരിക്കല്ലേ? വല്ല അല്ലോട്ടക്ക് ഹെഡ് കോൺസ്റ്റബിളിനെയും കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി കാണും IG എന്നും പറഞ്ഞു. ആ, പിന്നെ ഒരു കാര്യം, ഞാൻ നിന്റെ ഭർത്താവായിട്ടാണ് അങ്ങോട്ട് വരുന്നത്.
എനിക്ക് കിട്ടേണ്ട റെസ്പെക്ട് എല്ലാം എനിക്ക് വാങ്ങിച്ചു തരണം. അവിടെ വരുമ്പോ ഇങ്ങനെ ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറയും. ആ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നേരത്തെ അച്ഛനെ ഒന്ന് വിളിച്ചു പറയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്നെ പോലുള്ളവർക്ക് കാത്തിരിക്കാൻ പറ്റൂ. അല്ലാതെ നിങ്ങൾ വരുന്നുണ്ടെന്നുള്ള പേരില് എനിക്ക് വീട്ടിൽ തന്നെ അവിടെ ഇരിക്കാൻ പറ്റുമോ? ഞാൻ ഇവരോട് പ്രത്യേകം പറഞ്ഞതാവുന്നു ഫോൺ ചെയ്തിട്ട് പോരാമെന്ന്. ഒരു മുന്നറിയിപ്പും കൂടാതെ വന്നാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാവില്ല. അത് പറഞ്ഞാൽ ഇവക്ക് മനസ്സിലാവില്ല. നിന്റെ അച്ഛൻ നാറാനുള്ളേക്ക് ഒരു കരിക്കുണ്ടാക്കാനാണ് വേണ്ടി ബുദ്ധിമുട്ട്. ഒരു കരിക്കെല്ലാം കൊണ്ടുതരാം. ഒരു ഒന്നാം തരം മരുമോനെയല്ലേ അടിച്ചെടുത്തിരിക്കുന്നത്, ഇല്ലേടി? എല്ലാം കൂടെ 3 ലക്ഷം രൂപയായി. എയർ കണ്ടീഷൻ ചെയ്തതാ. മോക്ക് തണുപ്പ് കിട്ടുന്നുണ്ടോ? ഉണ്ടച്ചാ. ആ, സബ് ഇൻസ്പെക്ടർ എന്താ ഒന്നും മിണ്ടാത്തെ? അല്ല, എനിക്ക് എ സിയുടെ തണുപ്പിനേക്കാൾ അതിനൊരു വൃത്തികെട്ട നാറ്റമുണ്ട്. അത് കാരണത്തായാലും അതിന്റെ ഗുണം കാണിക്കും. അത് ആദ്യമായോണ്ട് തോന്നുക. ശീലമായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് വരികയില്ല. ആഹാരം ഉണ്ടാക്കി ഉരുട്ടി കൊടുത്താ കഴിക്കാത്ത ആളാ. പിന്നല്ലേ ആഹാരം ഉണ്ടാക്കി കഴിക്കുക. പണ്ടേ ഞാൻ പറഞ്ഞതാ, ഇവിടെ താമസിച്ചാ പോരെ. വല്ല അസൗകര്യം ഉണ്ടോ? അല്ല, സബ് ഇൻസ്പെക്ടർ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ലായിരിക്കും. ശോനെ, എടി നമ്മൾ അന്ന് വന്നപ്പോ ഈ സാധനം ഇവിടെ ഇല്ലായിരുന്നല്ലോ. എന്തുവാ ഇത്? പട്ടിയോ? ആ മോളെ, ഇന്നലെ DSP വന്നിരുന്നു. നിനക്കറിയാം രാമകൃഷ്ണമാവനെ. DSP ആണെങ്കിലും അയാൾക്ക് അതിന്റെ പോസും പത്രാസും ഒന്നുമില്ല കേട്ടോ. ശോനെ, ഇത് കൊള്ളാവനടി. ഭഗവാൻ കൃഷ്ണൻ. അയ്യോ, നല്ല ഭംഗിയുള്ള കൃഷ്ണൻ അല്ലേ? ഭഗവാനാണെങ്കിലും അതിനതിന്റെ അപ്പോസും പത്രാസും ഒന്നുമില്ല. ആ മോളെ, ഇങ്ങോട്ട് നോക്കിയേ. നീ പറഞ്ഞൊക്കെ ശരിയാ. പക്ഷെ നമ്മൾ കയറി അങ്ങോട്ട് പറഞ്ഞ ഇൻസ്പെക്ടർക്ക് പിടിക്കുവോ? ഒന്ന് പറഞ്ഞു നോക്ക്. നല്ലൊരു കാര്യമല്ലയോ? ആളൊരു ടൈപ്പാ. സമയവും സന്ദർഭവും നോക്കി വേണം വല്ലതും പറയാൻ. ഒരു ടൈപ്പും ഇല്ല. നമ്മുടെ മുമ്പിൽ വെച്ചാ കൊച്ചിന് വരുമെങ്കിലും അതിന് ജീവനാ. വലിയ വാചകമൊക്കെ അടിച്ചല്ലോ. അമ്മായിച്ചനെ കാണാൻ പോയിരിക്കാ ലീവ് എടുത്ത്. ആ ഗ്ലാസ് ഇങ്ങ് തന്നെ. നീ എന്നെ തടി ഗോഷ്ടി കാണിക്കുന്നത്? എന്റെ ഭർത്താവ് അത്യാവശ്യം വേണമെങ്കിൽ കുറച്ച് കുടിച്ചോ. പക്ഷെങ്കിൽ അത് ആരും അറിയുന്ന എനിക്കിഷ്ടമല്ല. എങ്ങനുണ്ട് അമ്മായിയപ്പനെ കണ്ടിട്ട്? മരുമോന്റെ മുഖത്തൊരു പ്രസന്നതയൊക്കെ കാണുന്നുണ്ടല്ലോ. കാർ കേട്ടിട്ടുണ്ടോ തോമാച്ചാ? കാറോ? വെറും കാറല്ല, ഇംബാല കാർ. എയർ കണ്ടീഷൻ ചെയ്ത കാർ. ഓ, എന്തൊരു തണുപ്പാണെന്നോ. ഇതാ നോക്കി, അച്ഛന്റെ കാറ് കയറിപ്പോ തുടങ്ങിയതാ. ഒന്ന് ചുമ്മാ ഇരി ശോഭനെ. അതൊക്കെ ആണുങ്ങളുടെ കണ്ണുകടിയാ. ഒരു ഇമ്പാല കാറ് വാങ്ങാന്ന് വെച്ചാ അത്ര എളുപ്പമുള്ള കാര്യമാണോ? പക്ഷെ ഒന്ന് ഞാൻ പറയാൻ രാജമേ, കാര്യം ഇതൊക്കെ ആണെങ്കിലും എനിക്ക് എന്റെ അമ്മായച്ഛന് സത്യം പറഞ്ഞാൽ വലിയ ബഹുമാനം. ഈ വയസ്സുകാലത്ത് എടി, നിന്റെ അച്ഛൻ ഒരു 10-75 കാണത്തില്ലടി? ഓ, പിന്നെ അച്ഛന് 60 വയസ്സേ ആയുള്ളൂ. 60 വയസ്സേ ആയിട്ടുള്ളൂ. 60 വയസ്സാണെങ്കിലും ഒരു കാല് വയ്യെങ്കിലും പുള്ളി ഇപ്പോഴും കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന കണ്ടാൽ എന്റെ പൊന്നു തോമാച്ചാ നമ്മൾ ചെറുപ്പക്കാരെ കാണിച്ചു പോകും. പിന്നെ ഈ ഉണ്ടാക്കിയ കാശും പ്രതാപവും ഒക്കെ സ്വല്പം കുറുക്ക് വഴി കൂടെ ആണെങ്കിൽ തന്നെയും. നിങ്ങൾ ഇങ്ങനെ ഭരണകക്ഷിയും പ്രതിപക്ഷമായിട്ട് നടന്നത് എവിടെ പോയി നിൽക്കും? എന്തു പറ്റി? അല്ല, ഇൻസ്പെക്ടർ റഹ്മാൻ എന്നും ഇങ്ങനെ കള്ളനും പോലീസും കളിച്ച് നടന്നാ മതിയോന്ന്? ആ, എന്നെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് സെറ്റിൽ ഡൗൺ ചെയ്യണ്ടേ? എടീ, പറഞ്ഞ മനസ്സിലായില്ലേ നിനക്ക്? സെറ്റിൽ ഡൗൺ ചെയ്യാൻ ഇരിക്കും. തൽക്കാലം സ്വല്പം സ്ഥലം വാങ്ങിച്ചൂടെ? എന്നാൽ ഞാൻ കുറച്ച് സ്ഥലം വാങ്ങിച്ചു. അതിനടുത്തൊരു 10 സെന്റ് സ്ഥലം സഹായ വിലക്ക് കിട്ടും. അത് നിങ്ങൾക്ക് വാങ്ങിച്ചൂടെ? അല്ല, സ്ഥലമൊക്കെ വേണം, വാങ്ങിക്കണം എന്നുണ്ട് ലേഡി. പക്ഷെ ഉടനെ വാങ്ങിക്കാന്ന് വെച്ചാൽ ഓ, കാശിന്റെ പ്രശ്നമായിരിക്കും. ഒരു 19,000 രൂപ വരെ നമുക്ക് വേണേ കടം കൊടുക്കാം. ലേഡി രാമോ? ആ, അതിനെന്താ? അപ്പൊ 50,000 രൂപ ഞങ്ങൾ സഹായിക്കാം. പിന്നൊരു 50,000 കൂടെ ഒപ്പിച്ചാൽ മതി. നല്ല സ്ഥലമാണ്, അടുത്ത് കായലും കാറ്റും ഒക്കെ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് നാളെ മറ്റന്നാളെ വാക്ക് കൊടുക്കണം. ഞങ്ങള് അതിനെപ്പറ്റി ഒന്ന് കാര്യമായിട്ട് ആലോചിക്കാം. സോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കണ്ട. നമുക്ക് ആ സ്ഥലം വാങ്ങിക്കാം. എന്റെ കാശുണ്ട്. നിന്റെ കയ്യിലെവിടുന്ന കാശ്? അച്ഛന്റെ എന്നെയും വാങ്ങിക്കും. ഫസ്റ്റ് ക്ലാസ്. എന്നാ പിന്നെ ഞാൻ ഈ മൂക്കിന് മീശ കണ്ട വല്ല കാര്യം ഉണ്ടോ?
ഇതാണ് ഈ ചേട്ടന്റെ കുഴപ്പം. അച്ഛനെ പറ്റി പറയുമ്പോ ചേട്ടൻ എന്താ ഇങ്ങനെ? എന്താന്ന് കുട്ടാ കുട്ടു, അമ്മായിയച്ഛന്റെ കാശോനുണ്ടാക്കിയ വീട്ടിൽ കിടന്നുറങ്ങിയാൽ എനിക്ക് ഉറക്കം വരുന്നില്ലടാ. നിന്റെ ചേട്ടൻ ചെറുപ്പമല്ലേ, സർവീസിലിരുന്നുകൊണ്ട് തന്നെ ഞാനൊരു വീട് വെച്ചു. അവിടെ ഞാനും എന്റെ തങ്കക്കുടവും പിന്നെ 1 2 3 പൊന്നും കുടങ്ങൾ, അത് നിന്റെ ഇഷ്ടം പോലെ. ആ വീടിന്റെ പാല് കാച്ചിന് നമുക്ക് നിന്റെ അച്ഛനെ ക്ഷണിക്കണം. അല്ലാതെ ഞാൻ പോയി നിന്റെ അച്ഛനോട് കാശ് ചോദിച്ചാൽ പിന്നെ ഞാൻ നിന്റെ കഴുത്തിൽ കെട്ടി ഈ താലിക്ക് എന്ത് വിലയടകണം? പിന്നൊരു കാര്യം, എല്ലാരും ഇരിക്കുമ്പോ ഇനി എന്റെ അച്ഛനെ കളിയാക്കി വിളിക്കരുത്. അത് ന്യായം. ആരും ഇരിക്കുമ്പോ ഇനി വരെ ഞാൻ കളിയാക്കത്തില്ല. പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ നിന്റെ അച്ഛനെ സ്വല്പ കളിയാക്കിയില്ലെങ്കിൽ എനിക്കൊരു സുഖമില്ലടാ കൂട്ടാ. അപ്പോ മക്കളുടെ അച്ഛന്റെ പേരെന്തുവാ? അഴിമതി നാരായണപിള്ള. അല്ല, സൈക്കിൾ ഇടിച്ചു എന്നുള്ള നേരാണോ? സൈക്കിൾ ഇടിച്ചത് നേരാ, പക്ഷെ കുറുകെ ചാടാൻ പറഞ്ഞതാരാ? കുട്ടിയെ ആശുപത്രിയിലാക്കിട്ട് അന്വേഷിച്ചോ? നിങ്ങൾ ഇങ്ങനെ സംസാരിച്ച് വഷളാക്കാതെ. അല്ല, കുട്ടിക്ക് എന്തെങ്കിലും മാരകമായ പരിക്കുമല്ലോ ഉണ്ടോ? എന്തോന്നാണ് രാവിലെ മാരകമായ പരിക്ക്? എല്ലാത്തിനും ഒരു നീക്കുവെക്കില്ലേ? താനൊരു കാര്യം ചെയ്തോ? ഇടിച്ചു, കൊച്ചിനെ ആശുപത്രി കൊണ്ടാക്കണ്ടേ? അത് ചെയ്തോ? എനിക്കുണ്ടോ സമയമില്ല. ഞാൻ ചന്തയിൽ നിന്ന് മീനും വാങ്ങിച്ചോണ്ട് വരുവാ. അവിടെ ഒന്നേന്നടിക്കുമ്പോ എല്ലാം റെഡിയാണോ? താൻ പോയില്ലെങ്കിലും സാരമില്ല. ആ കൊച്ചിനെ ആശുപത്രി കൊണ്ടാക്കാൻ വേണ്ട എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് കൊടുക്ക്. 4 അണ ഞാൻ കൊടുക്കത്തില്ല. സൈക്കിളെ വന്ന് ഇങ്ങോട്ട് ഇടിച്ചാലും പോരാ, ഞാൻ കാശ് അങ്ങോട്ട് കൊടുക്കണോ? എന്നാലേ ഒരു കാര്യം ചെയ്യ്, താൻ പോണ്ട, അവിടെ നില്ലേ. ഞങ്ങൾ ഈ സെക്ഷനൊക്കെ ഒന്ന് കുത്തിപ്പൊക്കി ഏതാണ്ടെന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ ഏമാൻ വരട്ടെ. താൻ പോണ്ട കേട്ടോ. എന്താ ഇവിടെ? രാവിലെ ഒരു സൈക്കിൾ, ഒരു മീൻ, കുറെ ആൾക്കാർ. എന്താ പ്രശ്നം? സാർ, ഒരു കൊച്ചു കുട്ടി സ്കൂളിൽ പോയിരുന്നു. ഇയാളുടെ സൈക്കിൾ ഒന്ന് കൂട്ടി കുട്ടിക്ക് പരിക്ക് പറ്റി. ഒരു ആക്സിഡന്റ് എപ്പോ വേണമെങ്കിൽ സംഭവിക്കാം. പക്ഷെ ഇയാളൊന്ന് ഇറങ്ങി അന്വേഷിക്കണ്ടേ സാർ? ഇയാൾ നിർത്താതെ സൈക്കിൾ എടുത്തോണ്ട് പോക്ക് പോയി. ഞങ്ങൾ പിടിച്ചോണ്ട് വരുവാൻ. എന്താടോ, തന്റെ സൈക്കിളാണോ തട്ടിയത്? അതെ. കുട്ടി പോടുണ്ട്. കുട്ടി ആശുപത്രിയിലാക്കി. എന്ത് മുറിവുണ്ട്? മുറിവ് സാരമില്ല. നമ്പർ ഓർഡറേ. ഒരു 25 രൂപ ഓർഡറേ. താൻ ആരാ ചെയ്യാൻ? ഞാൻ യൂണിയന്റെ. നിങ്ങളുടെ ആരെയാള്? നിങ്ങളുടെയോ? എന്റെ ആരുമല്ല. അങ്ങനായ ഓടോ. അല്ല, ഒരു ഒത്തുതീർപ്പ്. നമ്പർ ഓർഡറേ. സാറേ, കുട്ടി ഇങ്ങോട്ട് വന്ന് ഇടിച്ചത്. എടുത്തോ. സാറേ, ഇത് മാർക്കോസ് മുതലാളുടെ വീട്ടിലെ വണ്ടിയാ. അത് ശരി. വാഞ്ഞു കൊണ്ടുവാടേ. സ്റ്റാൻഡേർഡ് ഇത് മാർക്കോസ് മുതലാളിയുടെ വീട്ടിലെ വണ്ടിയാണ്. അപ്പൊ അതിന്റെ 2 വീലിലും കുറച്ച് കാറ്റ് കാണണം. അതങ്ങ് അഴിച്ചുവിട്ടേര്. ഭാവനയൊക്കെ നിർത്തടോ. കാറ്റങ്ങ് പോയി കിട്ടിയാൽ വലിയ മനസമാധാനം. എടുത്തോണ്ട് പോടോ. മാർക്കോസ് മുതലാളിയുടെ സൈക്കിളിനുരുളാൻ വേറെ കാറ്റൊന്നും വേണ്ട.